ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക്. അർച്ചന വേൾഡ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ ആദ്യം നിങ്ങളുടെ എനർജി നോക്കാം, അതിന് ശേഷം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കാം. ഇന്നത്തെ ദിവസം ലവ് ലൈഫിൽ എന്തെങ്കിലും ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് തേർഡ് പാർട്ടി എൻഡ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതൊരു നല്ല കാര്യമാണ്. ഇന്നത്തെ നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു പേടി ഉണ്ടായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിച്ച്. ആ ഒരു പേടി ഇന്നത്തെ ദിവസം അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക് ഫേവറായിട്ട് എന്തെങ്കിലും ഡിസിഷൻ ഉണ്ടാകും ഇന്നത്തെ ദിവസം. അത് അറിഞ്ഞിട്ടായിരിക്കാം നിങ്ങളുടെ ആ ഒരു പേടി അവസാനിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ തേർഡ് പാർട്ടി ഉണ്ട് എങ്കിൽ ഇന്ന് നിങ്ങൾ ആ തേർഡ് പാർട്ടിയുമായിട്ട് വളരെ രീതിയിൽ ചൂടേറിയ വാഗ്വാദങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ തമ്മിൽ നല്ല രീതിയിലൊരു വഴക്കുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയായിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇന്നത്തെ ദിവസം എൻഡായി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ വലിയ ഒരു ട്രിഗർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട്, അതായത് വലിയ രീതിയിൽ ഇന്ന് തേർഡ് പാർട്ടിയുമായിട്ട് സംസാരം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ട്രിഗർ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. ഒരാളോട് വഴക്കിട്ട് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ള ഫീൽ ആയിരിക്കത്തില്ല ഉണ്ടാകുന്നത്, നെഗറ്റീവായിട്ടുള്ള ഫീലാണ് ഉണ്ടാകും. കാരണം അവരുടെ ആ സമയം പറഞ്ഞ വാക്കുകളെല്ലാം നമുക്ക് ആ ഒരു വഴക്കിന് ശേഷം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇവിടെ വഴക്ക് ഉണ്ടാവാൻ കാരണം തേർഡ് പാർട്ടിയുമായിട്ട് മെയിൻ റീസൺ എന്ന് പറയുന്നത് എവിടെയോ പോകേണ്ട അവസ്ഥ നിങ്ങൾക്ക് വരുന്നു, അല്ല എങ്കിൽ മാരേജ് റിലേറ്റഡ് ആയിട്ട്. ഈ രണ്ട് കാര്യത്തിലാണ് നിങ്ങൾ വഴക്കിടുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ഇന്നത്തെ ദിവസം. ഇനി നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ യൂണിയനിലാണ് ഉള്ളത് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പല കാര്യങ്ങളും പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് പല കാര്യങ്ങളും പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഇന്നത്തെ ദിവസം. ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഏതെങ്കിലും ഒരു മെയിൽ എനർജിയിലുള്ള ആൾക്കാരോട് വളരെ റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇല്ലെങ്കിൽ ആ മെയിൽ എനർജിയിലുള്ള ആൾ നിങ്ങളോട് റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം ഫീമെയിൽ പേഴ്സണുമായിട്ട് വഴക്കിടുന്ന അവസ്ഥ വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇന്നത്തെ ദിവസം സഡനായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒന്നുകിൽ ട്രാവൽ ചെയ്യുക, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഇങ്ങോട്ട് വരിക, അങ്ങനെ ഒരു എനർജി ഇന്ന് യൂണിയൻ്റെ ദിവസമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ തമ്മിൽ യൂണിയൻ ആവുന്ന രീതിയിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരാൾ മറ്റൊരാളുമായിട്ട് സംസാരിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൾ ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യുക, ഇല്ല എങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും മീറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു ചതി ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അവരുടെ പേഴ്സണിൽ നിന്ന്. ഇവിടെ ഒരാൾ നിങ്ങളെ ചതിക്കുന്ന മുമ്പേ നിങ്ങൾ കുറച്ചും കൂടെ അവെയറായിട്ട് ഇരിക്കുക. കൂടാതെ നിങ്ങൾ വളരെയധികം ഫിയറിലാണ് ഉള്ളത് എങ്കിൽ ആ ഒരു ഫിയർ നിങ്ങൾ അവസാനിപ്പിക്കുക. ഇവിടെ ആരെങ്കിലും പ്രഗ്നൻ്റ് ആണ് എങ്കിൽ ആ പ്രഗ്നൻ്റ് ലേഡി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സന്തോഷ വാർത്ത, അല്ല എങ്കിൽ മാരേജ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ ഫാമിലി അവരുടെ ഫാമിലിയും തമ്മിൽ സംസാരിക്കുക, അല്ലെങ്കിൽ അവരുടെ ഫാമിലി മുൻകൈ എടുത്ത് നിങ്ങളുടെ ഫാമിലിയായിട്ട് സംസാരിക്കുക. ഇവിടെ ചില ഡിസ്കഷൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന മാരേജ് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇന്നത്തെ ദിവസം കുറച്ച് ഡിസപ്പോയിൻമെൻറ്റഡ് ആയിട്ടിരിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്ത് കാര്യത്തിനാണ് അവർ ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ, അതായത് ഇവരുടെ ജീവിതത്തിൽ നിങ്ങളല്ലാതെ വേറൊരു വ്യക്തിക്കും സ്ഥാനമുണ്ട്. അത് ചിലപ്പോൾ ഇവരുടെ അമ്മയായിരിക്കാം. നിങ്ങളെയും കാട്ടി കൂടുതൽ സ്നേഹം ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. അതാണ് ഇവർ ഇങ്ങനെ വിഷമിക്കാൻ കാരണം. ഇവിടെ നിങ്ങളെയാണ് ഇവർ മാരേജ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കാര്യം അമ്മയോടോ അല്ലെങ്കിൽ ക്ലോസർ വണ്ണായിട്ടുള്ള ഒരു വ്യക്തിയോടോ പറഞ്ഞപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് നോയാണ് വന്നത്. നമ്മൾ ഇഷ്ടമുള്ള ആളെ നീ കല്യാണം കഴിച്ചാൽ മതി, അല്ല നിൻ്റെ ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കണ്ട എന്നുള്ള രീതിയിലോ നോ ആണ് ഇവർ കിട്ടിയത്. അപ്പോൾ ഇനി ഇവർ എന്ത് ചെയ്യും, ഞാനിനി പറഞ്ഞത് തെറ്റായി പോയോ, ഞാനിനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ വിഷമിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ.
ഇപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് അമ്മ പറയുന്നത് പോലെ കേൾക്കുക. അമ്മ അല്ലെങ്കിൽ വേറെ ഏതോ ഒരു വുമൺ, ഇവിടെ ഫീമെയിൽ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അവർ പറയുന്നത് പോലെ കേൾക്കാം. സമയം പോകുന്ന അനുസരിച്ച് ഞാൻ എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞ് കൺവിൻസ് ആക്കാം. ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഫേവറായിട്ടുള്ള ആക്ഷൻ അവരെ കൊണ്ട് എടുപ്പിക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തിടുക്കപ്പെട്ട ഒരു തീരുമാനം എടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതേ സമയം ചില ആൾക്കാരുടെ പാർട്ട്ണർ ഇൻമെച്യൂർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് എനിക്കിഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എനിക്ക് അവരെ മാരേജ് ചെയ്യണം, അല്ലാതെ നിങ്ങൾ പറയുന്ന ആളെ എനിക്ക് മാരേജ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ തിടുക്കപ്പെട്ട തീരുമാനം എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സൺ. ഇന്നത്തെ ദിവസം ഇവരുടെ വർക്ക് ലൈഫ് വളരെ നല്ലതായിട്ടാണ് പോകുന്നത്. എന്തെങ്കിലും ഒരു ഗെയിൻ ഇവർക്ക് ഇന്നത്തെ ദിവസം ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ എനർജി. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.